നെക്സ്റ്റ് വന്നേക്കുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി, the London-based group responsible for developing international accounting standard has been in existence over 20 years. അപ്പോൾ 20 വർഷത്തോളമായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. The International Accounting Standard Committee comprise of professional accountancy bodies of over 75 countries. 75 രാജ്യങ്ങളുടെ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അവിടുത്തെ ഒരു മെമ്പറാണ്. IASB so far have issued 41 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് 6 IFRS. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെ 41 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും 6 IFRSും ആണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് IFRS കുറച്ച് അധികവും കൂടി ഉണ്ട്, 6 വരെ അല്ല. IFRS കൂടുതൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് 41 എണ്ണം ഇപ്പോഴും ഉള്ളൂ. ബട്ട് IFRSൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം കേട്ടോ. IFRS ഇപ്പോൾ ഉള്ളതും കൂടെ വായിച്ചു വെച്ചിരുന്നാൽ മതിയോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ IFRS എന്ന് പറയുന്നത് മൊത്തം 17 IFRS ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ 6 ആയിരുന്നു, ഇപ്പോൾ 17 IFRS മൊത്തം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഞാനത് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 41 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പേരുകൾ. International Accounting Standard 1 Presentation of Financial Statement, IAS 2 Inventories, then Cash Flow Statement, Accounting Policies, Change in Accounting Estimates and Errors, IAS 10 Events After Balance Sheet Date, IAS 11 Construction Contract, IAS 12 Income Tax, IAS 14 Segment Reporting, IAS 16 Property, Plant and Equipment, IAS 17 Lease, IAS 18 Revenue, IAS 19 Employee Benefit, IAS 20 Accounting for Government Grants and Disclosure of Disclosure of Government Assistance, IAS 21 The Effect of Change in Foreign Exchange Rate, IAS 23 Borrowing Cost, IAS 24 Related Party Disclosure, then IAS 26 Accounting and Reporting by Retirement Benefit Plan, IAS 27 Consolidated and Separate Financial Statement, IAS 28 Investment in Associate Financial Reporting in Hyperinflationary Economies, IAS 29 IAS 30 Disclosure in Financial Statement of Bank and Similar Financial Institutions, IAS 31 Interest in Joint Venture, IAS 32 Financial Instruments Disclosure and Presentation, IAS 33 Earning Per Share, IAS 34 Interim Financial Reporting, IAS 36 Impairment Assets, IAS 37 Provisions, Contingencies and Provisions, Contingent Liabilities and Contingent Asset, IAS 38 Intangible Asset, IAS 39 Financial Instruments Recognition and Measurement, IAS 40 Investment Property, IAS 41 Agriculture. സോ ഇത്രയാണ് നമുക്ക് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇനി IFRS 6 എണ്ണം, ആദ്യത്തെ 6 എണ്ണം ജസ്റ്റ് നോക്കാം. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ദ ഫോളോയിങ് IFRS. First time adoption of IFRS, share-based payment, business combination, insurance contract, non-current assets held for sale and discontinued operations, IFRS 6 exploration for evaluation of mineral resources, then regulatory framework of ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ കമ്പനീസ് ആക്ട് ആണ് ഫസ്റ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്കായിട്ട് വരുന്നത്. അപ്പോൾ കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് ദ കമ്പനീസ് ആസ് എസെൻഷ്യലി നോൺ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് കമ്പനീസ് ഉണ്ട്, പ്രോഫിറ്റും നോൺ പ്രോഫിറ്റും ഉണ്ട്. അതിൽ നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള കമ്പനീസ് സെക്ഷൻ 25 കമ്പനി എന്നാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോഴും കമ്പനീസ് ആക്ട് 1956 വെച്ചിട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 25 ഓഫ് ദ ആക്ട് ആർ എസെൻഷ്യലി നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റീസ്. സിമിലർലി സ്പെഷ്യൽ പ്രൊവിഷൻ മേ ബി ആപ്ലിക്കബിൾ ടു ഗവൺമെൻറ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 617. അപ്പോൾ ഗവൺമെൻറ് കമ്പനീസിന് പുതിയ സെക്ഷനാണ് വരുന്നത്, അതായത് സെക്ഷൻ 617 ഓഫ് ദി ആക്ട് ആണ് ഗവൺമെൻറ് കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI. അതായത് നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തേക്കുന്നത്.
അപ്പോൾ അതിന് നമ്മൾ റെഗുലർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ആനുവൽ റിപ്പോർട്ട്സ്, ഹാഫ് ഇയർലി റിപ്പോർട്ട്സ്, അതുകൂടാതെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇഷ്യൂഡ് അറ്റ് ദ ടൈം ഓഫ് പബ്ലിക് ഓഫറിംഗ് ഓഫ് ഷെയർസ്, അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ കംപ്ലയൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നതാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. Section 209, subsection 3 of Companies Act 1956 requires the books of accounts should be kept on accrual basis. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ പറയുന്നുണ്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്രൂവൽ ബേസിസിലാണ് കീപ്പ് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പം പഴയ കമ്പനീസ് ആക്ടിൻ്റെ ബേസിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. ഇപ്പം നമുക്ക് പുതിയ കമ്പനീസ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്, കമ്പനീസ് ആക്ട് 2013. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള നോട്ട്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. Companies and according to double entry system of accounting, subsection 4 of section 209 require companies to preserve their books for a period of at least 8 years. പിന്നെ എത്ര വർഷം ബുക്ക് കീപ്പ് ചെയ്യണം? 8 വർഷമെങ്കിലും അവരുടെ അക്കൗണ്ട് ബുക്സ് കീപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ കമ്പനീസ് ആക്ട് 1956 പറയുന്നത്. ഓക്കെ, പിന്നെ it is the duty of the board of directors to lay before the annual general meeting the balance sheet and profit and loss account of the company. അതായത് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ, അതായത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രസൻറ്റ് ചെയ്യണം. അതുകൂടാതെ സെക്ഷൻ 211 of the act deals with the form and content of the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോമും കണ്ടൻറ്റും കൂടെ സെക്ഷൻ 211 പറയുന്നത്. The balance sheet is required to be prepared in accordance with the form set out in part 1 schedule 6. അപ്പം part 1 schedule 6 നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ്. The act and the profit and loss account is to be prepared in accordance with part 2 of schedule 6. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പാർട്ട് 2 ഓഫ് ഷെഡ്യൂൾ 6ഉം ബാലൻസ് ഷീറ്റ് പാർട്ട് 1 ഓഫ് ഷെഡ്യൂൾ 6ഉം. സെക്ഷൻ 212 to 214 ഓഫ് ദ ആക്ട് ഡീൽസ് വിത്ത് അക്കൗണ്ട്സ് ഓഫ് സബ്സിഡറി കമ്പനി. 212 തൊട്ട് 214 വരെയുള്ള സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് സബ്സിഡറി കമ്പനീസുമായിട്ടാണ്. ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹാവ് സൈൻഡ് ബൈ ദ കമ്പനി സെക്രട്ടറി അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സൈൻ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയും അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടറും കമ്പനി സെക്രട്ടറി സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. The auditor's report, like a board of directors report under section 217, must cover all annexed to the balance sheet and shall be attached to balance sheet. ഇപ്പം പിന്നെ 217 എന്തൊക്കെ സാധനങ്ങൾ ബാലൻസ് ഷീറ്റിലൂടെ അറ്റാച്ച് ചെയ്യണം? ഓക്കെ, അതാണ് സെക്ഷൻ 217 പറഞ്ഞേക്കുന്നത്. പിന്നെ എ കോപ്പി ഓഫ് ആനുവൽ റിപ്പോർട്ട് ഇസ് റിക്വയർഡ് ടു ബി സെൻഡ് ടു ദ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദ ഡേറ്റ് ഓഫ് AGM. ആനുവൽ ജനറൽ മീറ്റിങ്ങിന് 21 ദിവസം മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും 21 days മുമ്പ് അയച്ചു കൊടുക്കണം. പിന്നെ 3 copies of the balance sheet and profit and loss account should be filed with the register of companies with 30 days from the date of annual general meeting at the financial statement were laid. പിന്നെ നമ്മൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിനും കൂടി ഈ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുക്കണം. 30 ദിവസത്തിന് മുമ്പ് വേണം നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൊടുക്കുക. അതായത് വിത്തിൻ 21 ഡേയ്സിന് മുമ്പ് ഷെയർ ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കണം. 30 ദിവസം മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സബ്മിറ്റ് ചെയ്യണം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും. അക്കോർഡിംഗ് ടു സെക്ഷൻ 221 only balance sheet of private limited company is public document. സെക്ഷൻ 221 പറയുന്ന ഇതാണ്, ഒരു ബാലൻസ് ഷീറ്റ് മാത്രമാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, അതിൻ്റെ ബാലൻസ് ഷീറ്റ് മാത്രമാണ് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഔട്ട്സൈഡേഴ്സിനൊന്നും കൊടുക്കത്തില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. Under section 226 of the act, only chartered accountants within the meaning of Chartered Accounts Act 1949 are qualified to be appointed as auditors of the company. അപ്പോൾ ഒരാളെ കമ്പനി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 ക്വാളിഫൈ ആയിട്ടുള്ള ഒരാളെ മാത്രമേ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്ഷൻ 227 of the act define the power and duties of auditor. ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസും പവേഴ്സും എല്ലാം സെക്ഷൻ 227 പറയുന്നുണ്ട്. Companies Act require disclosing whether its accounting policies are in accordance with accounting standard issued by accounting standard board. അതായത് അക്കൗണ്ടിങ് പോളിസീസ് അല്ല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് പറയുന്ന കണക്ക് തന്നെയാണോ ഫോളോ ചെയ്തേക്കുന്നത്, അതാണ് നമുക്കറിയേണ്ടത്. സെക്ഷൻ 205 to 208 ഓഫ് ദ ആക്ട് ഡീൽസ് വിത്ത് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്.
205 തൊട്ട് 208 വരെയുള്ള സെക്ഷൻസ് ഡിവിഡൻഡ് പേയ്മെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. വിച്ച് ഓൾസോ ഹാവ് ബിയറിംഗ് ഓൺ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അതുമായിട്ടും ഡീൽ ചെയ്യുന്നുണ്ട്. വിച്ച് കുഡ് ബി പെയ്ഡ് ഒൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് അറൈവ്ഡ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ഡിപ്രീസിയേഷൻ. പിന്നെ ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കുന്നത് എന്താ, നമ്മുടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് അതേപോലെ ഡിപ്രീസിയേഷൻ എല്ലാം കുറച്ചിട്ടായിരിക്കും നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക. സെബി റെഗുലേഷൻസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ കണ്ടന്റ് ഓഫ് പീരിയോഡിക് റിപ്പോർട്ട്സ് ലിസ്റ്റഡ് കമ്പനീസ്. സെബി എന്ത് ചെയ്യും, സെബി റെഗുലേറ്റ് ചെയ്യാറുണ്ട് കമ്പനീസിനെ പീരിയോഡിക് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ലിസ്റ്റഡ് കമ്പനീസിനെ. അതായത് സെബിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനീസിനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം സെബിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കമ്പനീസ് ആക്ട് 1956 വെച്ചിട്ടാണ്. ഇപ്പോൾ കമ്പനീസ് ആക്ട്, പുതിയ കമ്പനീസ് ആക്ട് 2013 ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കമ്പനീസ് ആക്ട് 2013 ആണ് പുതിയ കമ്പനീസ് ആക്ട്. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം അതിൻ്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ തരാം കേട്ടോ, നോട്ട്സ് ആക്കി എഴുതി വെച്ചിരുന്നാൽ മതി. അപ്പോൾ എക്സാമിന് ഇതാണോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യണം. കാരണം നിങ്ങൾക്ക് കോളേജ് ഏത് ഇയർ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതിയേ. പറഞ്ഞിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഈ നോട്ട്സ് ഏത് ഇയറിലാണ് തന്നേന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഞാൻ 2013 കൂടെ തരാം കേട്ടോ.